നീ എന്താ കേക്കിൽ മുറുക്ക് ഉണ്ടാക്കുകയാണോ എന്നാണ് ഇത് കണ്ടിട്ട് ഹസ്ബൻഡ് എന്നോട് ചോദിച്ചത്. ആ കേക്കും കാണിച്ചു തരാം, അതൊക്കെ നിൽക്കട്ടെ. ഇന്ന് സൺഡേ ആണ്. 6 ഓർഡേഴ്സ് ആണ് നമുക്കുള്ളത്. 4 കേക്കും 2 ബ്രൗണി സെറ്റും. ആദ്യം തന്നെ നമുക്ക് ടെൻഡർ കോക്കനട്ട് കേക്കാണ് കൊടുക്കാനുള്ളത്. നമുക്ക് അതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അതിന്റെ ഇടയിൽ കൂടി തന്നെ ഞാൻ ബ്രൗണിയും ഒന്ന് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് ബേക്ക് ആവട്ടെ. അപ്പോഴാണ് ഈ ഡിസൈനൊക്കെ കൊടുത്ത് നല്ല അലമ്പ് ഡിസൈനിലേക്ക് എത്തിയത്. പിന്നെ ലാസ്റ്റ് അതൊക്കെ മാറ്റി നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇത് ടെൻഡർ കോക്കനട്ട് കേക്കാണോ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ബ്രൗണി ഒക്കെ ബേക്ക് ആവാൻ അടുത്തത് ഒരു 1 kg ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു. അത് ഞങ്ങളുടെ ഒരു കസിൻ ചേച്ചി ആളുടെ മോക്ക് വേണ്ടി ഓർഡർ തന്നാണ്. പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ ആ മോൾക്ക് ഒന്ന് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ കുറച്ച് ഹലോ കിറ്റിനെയും കുറച്ച് റിബൺസും ഒരു പിങ്ക് കളറൊക്കെ കൊടുത്ത് ഒന്ന് നല്ല ക്യൂട്ടായിട്ട് തന്നെ ചെയ്ത് കൊടുത്തു. പറഞ്ഞ പോലെ തന്നെ ആൾക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച ഒരു മുറുക്ക് അല്ല ഓറഞ്ച് കളർ കേക്ക്. ഇത് എന്റെ കോളേജിലെ ഒരു ജൂനിയർ കുട്ടി ഞങ്ങളുടെ കോളേജിൽ തന്നെ ഒരു സീനിയർ ചേട്ടന്റെ മോൾക്ക് വേണ്ടി തന്ന ഓർഡറാണ്. ആ മോൾക്ക് ഓറഞ്ച് കളറാണ് ഫേവറേറ്റ് കളർ. അപ്പൊ ആ ഒരു കളറിൽ അവർ കുറച്ച് കേക്ക് നോക്കിയപ്പോൾ ഈ ഒരു വിന്നി ദ പൂ എന്ന് പറഞ്ഞ കാർട്ടൂൺ കേക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അവൾ എനിക്ക് തന്ന ഓർഡർ ആയിരുന്നത്. ഇതൊരു 2 kg ബട്ടർ സ്കോച്ച് ഫ്ലേവറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നില്ലേ ഈ കേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഇഷ്ടമായി. ഒരു പ്രത്യേക ഇഷ്ടമായി കേക്കിനോട് എനിക്ക് തോന്നി. നെക്സ്റ്റ് കേക്ക് ഒരു 1/2 kg ഡയറി മിൽക്ക് ഫ്ലേവറിൽ വരുന്ന കേക്കായിരുന്നു. കസ്റ്റമർ പറഞ്ഞ ഡിസൈൻ ആയിരുന്നു. ഫുൾ ഹാർട്ടും ഹാപ്പി ബർത്ത്ഡേ മിന്നു എന്ന് എഴുതാനാണ് പറഞ്ഞിരുന്നത്. നമ്മൾ അങ്ങനെയും ചെയ്ത് അതിന്റെ കൂടെ അവർക്ക് ഒരു 250 ഗ്രാം ബ്രൗണി ഉണ്ടായിരുന്നു. വേറൊരാൾക്കും കൂടി വേണമായിരുന്നു 250 ഗ്രാം ബ്രൗണി. അങ്ങനെ എല്ലാ കേക്കും ബ്രൗണീസ് ഒക്കെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ സൺഡേ തീർന്നുപോയി.